വളരെ പെട്ടെന്നും ഒരുപാട് പാത്രം കഴുകി ബുദ്ധിമുട്ടാതെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉച്ചയൂണ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചോറൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കലം എടുത്തിട്ടുണ്ട്. കലത്തിൽ 1/4 ഭാഗവും വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ അരി ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതിയാകും. 3 പേർക്ക് കഴിക്കാനുള്ള ഊണാണ് ഞാൻ തയ്യാറാക്കുന്നത്. അരി ഇതുവരെയും തിളച്ചിട്ടില്ല. തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. ഈ നേരം കൊണ്ട് തോരനുള്ളത് അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇനി ഈ ബീറ്റ്റൂട്ടും ഒരു അരഭാഗം സവാളയും കൂടെ ചേർത്ത് നമ്മൾ തോരൻ എങ്ങനെയാണോ അരിഞ്ഞെടുക്കുന്നത് അതേപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോറിന് വേണ്ടി വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അരി ഇട്ടതിന് ശേഷം തോരൻ തയ്യാറാക്കിയെടുക്കാം. അരി ഇട്ട് കൊടുക്കാം. അരി ഒന്ന് തിളച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് റൈസ് കുക്കറിൽ എടുത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടുത്ത് ഞാനിവിടെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അടിച്ചു വെച്ചിരുന്ന ബീറ്റ്റൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തോരൻ കുക്കാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു മെഴുക്ക് പുരട്ടി ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഞാനവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് തേങ്ങ എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2-3 ഇതൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പൊട്ടാറ്റോ അരിയുന്ന സമയത്ത് ഞാനിവിടെ ബീറ്റ്റൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം ലാഭിക്കാം, പെട്ടെന്ന് തന്നെ ജോലി നമുക്ക് തീരുകയും ചെയ്യും. അപ്പോൾ ഇനി എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കൂട്ട് എല്ലായിടത്തും എത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂട്ടിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് തന്നെ ഇതിനകത്തോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തന്നെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ തോരൻ വെച്ച സെയിം പാനിൽ തന്നെയാണ് ഞാനിവിടെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രം കഴുകി ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇനി താളിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിനകത്ത് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടാറ്റോ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്കൊരു മോര് കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു മിക്സി ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ താളിച്ച് ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. മോര് കറി താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേനും കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 4-5 ഇതൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കറിക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൽ മാറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൽ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇത് തണുത്തതിന് ശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിനി പൊട്ടാറ്റോയിൽ മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മെഴുക്ക് പുരട്ടിയിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്ന് മൂടി വയ്ക്കാം. മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മോര് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് സിമ്മിലിട്ടതിന് ശേഷം ഇത് തിളപ്പിക്കാതെ ഒന്ന് ചൂടാക്കിയെടുക്കാം.
ഉപ്പില്ലെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ എരിവില്ലെങ്കിലും ഈ സമയം 1-2 പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല നേരത്തെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റായിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേനും അതിൻ്റെ പുറത്ത് 4-5 ഇതൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഫിഷായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം സവാള സ്ലൈസസ് ആയിട്ട് അരിഞ്ഞതിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സവാള ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ചേർത്തിരിക്കുന്ന സവാള 1/4 ഭാഗം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പോഴായിരിക്കും നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത്. ഇവിടെ ചേർത്ത് കൊടുത്ത സവാള 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. അങ്ങനെ വളരെ പെട്ടെന്നും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉച്ചയൂണാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നോട് പറയുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല ഈസി പീസ് റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്.